അങ്ങനെ 10% സംവരണത്തിനെ എതിർത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ഏണി ചിഹ്നത്തിൽ ഗുരുവായൂരിൽ മത്സരിക്കുമ്പം നായന്മാർക്ക് ഒരു ബാധ്യതയുമില്ല മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യാൻ. ഏതാണ്ട് 49% ഹിന്ദു വോട്ടുള്ള ഒരു മണ്ഡലമാണ് ഗുരുവായൂർ. ഏതാണ്ട് 47-48% മുസ്ലിം വോട്ടുണ്ട്. അതുപോലെ 8-10% ക്രിസ്ത്യൻ വോട്ടുണ്ട്. അങ്ങനെ അടങ്ങിയ ഒരു മണ്ഡലമാണ് ഗുരുവായൂർ. പക്ഷേ ഗുരുവായൂരിലെ കഴിഞ്ഞ 50 വർഷമായിട്ട് ഇസ്ലാം നാമധാരികളായിട്ടുള്ള രാഷ്ട്രീയക്കാരാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് അവിടുത്തെ NDAയുടെ സ്ഥാനാർത്ഥി ഒരു ആരോപണം ഉന്നയിച്ചത്. അതൊരു ആരോപണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. കാരണം ഗുരുവായൂർ പോലൊരു മണ്ഡലത്തില് ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് ലോകപ്രശസ്തമായ ഒരു ക്ഷേത്രമാണ്. ലോകപ്രശസ്തമായ ഒരു ക്ഷേത്രത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കാൻ അവിടുത്തെ MLAക്ക് സാധിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഇതര മതസ്ഥരായിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ നാട്ടിലെ ഇന്നത്തെ കഷ്ടം അനുസരിച്ചിട്ട് അവർക്ക് അകത്ത് പ്രവേശിക്കാൻ സാധിക്കത്തില്ല. അപ്പൊ ഉദാഹരണത്തിന് അവിടെ 2 സ്ഥാനാർത്ഥികൾ, ഒരാൾ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളാണ്. അപ്പൊ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട ലീഡർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ മതത്തിന് വേണ്ടി രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണിത്, സമുദായത്തിന് വേണ്ടി രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ്, ഞങ്ങൾ ഇന്ത്യയിലെ 10% സംവരണത്തെ എതിർക്കുന്ന പാർട്ടിയാണ്. മറു സൈഡ് എടുക്കാം. എന്തുകൊണ്ടാണ് അപ്പൊ ഇടതുപക്ഷ മുന്നണി ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തിയത്? മുസ്ലിം വോട്ട് കൺസോളിഡേഷൻ വന്ന് കോൺഗ്രസ് ജയിക്കും എന്നുള്ളത് കൊണ്ട്, അല്ലെ UDF ജയിക്കും എന്നുള്ളത് കൊണ്ട് അവർ ഇപ്പുറത്ത് അതേ നാമധാരിയെ തന്നെ നിർത്തുവാണ്. അപ്പൊ മതമാണോ രാഷ്ട്രീയമാണോ ഇവിടെ? 100% ഗുരുവായൂരപ്പ ഭക്തനായ ഒരു ഈശ്വര വിശ്വാസി ആയിരിക്കണം എന്നുള്ളത് പറഞ്ഞതിനകത്ത് ഒരു തെറ്റുമില്ല. ഗുരുവായൂർ ഹിന്ദു മതത്തിൻ്റെതാണ്, കമ്മ്യൂണിസ്റ്റുകാരൻ്റെതല്ല, ദൈവവിശ്വാസികളല്ലാത്തവരുടേതല്ല. അതുകൊണ്ട് ക്ഷേത്ര ഭരണം നടത്തേണ്ടത് ആരാണ്? ക്ഷേത്ര വിശ്വാസികളാണ്. ആ കാര്യത്തിൽ നായർ ഐക്യവേദി അസന്ദിഗ്ധമായ നിലപാടെടുത്തിട്ടുണ്ട്. ഗുരുവായൂരിലെ ജനങ്ങൾ ഈ പ്രാവശ്യം ഗുരുവായൂരപ്പന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, ഗുരുവായൂരപ്പനെ സംരക്ഷിക്കാൻ ഒരു വിശ്വാസിക്ക് വോട്ട് ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.